ഹലോ 2026 നമ്മൾ 6 ഡേയ്സ് ട്രിപ്പ് പോകുന്നത് മൂന്നാറിലോട്ടാണ്. അപ്പോൾ നമ്മൾ പാലക്കാടിൽ നിന്ന് മോർണിംഗ് 19th സ്റ്റാർട്ട് ചെയ്തു. 19th ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കോയമ്പത്തൂർ പൊള്ളാച്ചി റോഡ് വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരുപ്പൂർ ഉടുമ്പൽപേട്ട വഴി കയറും. ആക്ച്വലി ഇത് ടൈഗർ റിസർവ് വഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് എറണാകുളം വഴിയാണ് കുറച്ചുകൂടെ എളുപ്പം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസിയുള്ള ആൾക്കാരാകുമ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ എയർപ്ലെയിൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് മേ ബി ഡിസിനസ് ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എറണാകുളം പോയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇടുക്കി എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഒരു ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. ബൈക്ക് റൈഡ്സ് പോകുന്നവരൊക്കെ എന്തായാലും പോകേണ്ടത് ഈ വഴി കൂടെയാണ്. പൊള്ളാച്ചി റോഡ് വഴി പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ 19th അവിടെ എത്തി. നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് നമ്മൾ അവിടെ ഫുൾ രാജാക്കാടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. രാജാക്കാടിലുള്ള ലേസറിൻ എന്ന് പറഞ്ഞ റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മൾ അന്ന് രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. ആക്ച്വലി റിസോർട്ടിൻ്റെ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ ഉള്ള റിസോർട്ടാണ്. ഞാൻ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും കാണിച്ച പോലെ തന്നെ ഇതിലും ജസ്റ്റ് നിങ്ങൾക്ക് റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. നോർമലി എല്ലാ റിസോർട്ട്സിലെയും ഹോട്ടൽസിലെയും പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. നല്ല ഹെൽത്തി ഫുഡ്സ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. പക്ഷെ എന്താണെന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ മുന്നാർ കാണാൻ പോകുന്ന ആൾക്കാർക്ക് പ്രോപ്പർ മുന്നാറിൽ നിന്ന് ഈ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം അറൗണ്ട് ഒരു 20 കിലോമീറ്റേഴ്സ് ഇപ്പുറത്താണ്. അപ്പം നിങ്ങൾക്ക് ഡെയിലി ഓരോ സ്ഥലങ്ങളിൽ പോയി കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഇവിടുന്ന് എയർപ്ലെയിനിൽ കയറി ഇറങ്ങണ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ട്രാവൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മൂന്നാർ അവിടെ തന്നെ താമസിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ട് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മൾ ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്തത്. സോ ബെറ്റർ യു ചൂസ് എ പ്ലേസ്. നിങ്ങൾക്ക് കംഫർട്ടുള്ള ഒരു പ്ലേസ് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഈ നമുക്ക് ഇവിടുത്തെ സർവീസസ് ആണെങ്കിലും ഭയങ്കര നല്ലതാണ്. ഇവിടുത്തെ വ്യൂ മെയിനായിട്ട് പറയുന്നത് സൺസെറ്റും സൺറൈസും നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റും. അത്രയും നല്ല വ്യൂ ആണ്. പിന്നെ നമ്മുടെ റിസോർട്ടിൽ എല്ലാ കൈൻഡ് ഓഫ് സർവീസസും അവൈലബിൾ ആണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളൊരു കോൺടാക്ട് ചെയ്ത് തന്നെ അവർ നമുക്ക് എത്തിച്ചു തരും. നല്ല സർവീസസ് ഉള്ള ഒരു റിസോർട്ടും കൂടെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് കുറച്ച് പ്രോപ്പർ മൂന്നാർ ടൗണിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ആക്ച്വലി മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 20th. അപ്പം നമ്മൾ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ഗ്രാൻഡ് സെലിബ്രേറ്റ് ചെയ്യാൻ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ മോനെ സ്കൂളിൽ ചേർത്തി അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ അവൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയും ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. കേക്ക് മുറിച്ചു. ആ കേക്ക് കണ്ട് ഫുൾ ഷോക്കിലായിരുന്നു സുന്ദരു. പക്ഷെ നല്ല രസമായിരുന്നു ബർത്ത്ഡേ. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊരു മൂമെന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ ആണെങ്കിലും നമുക്കിപ്പോൾ ബർത്ത്ഡേ കേക്ക് വാങ്ങാനും അതിനൊക്കെ അടുത്തടുത്ത് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്നും വാങ്ങാനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് കേക്ക് എല്ലാം വാങ്ങിച്ച് ആ മോന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ബർത്ത്ഡേ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അതുപോലെ തന്നെ ഈ റിസോർട്ടിനെ കുറിച്ച് വേറൊരു കാര്യം കൊണ്ട് പറയാനുണ്ട്. നമുക്ക് ആക്ച്വലി ഈ റിസോർട്ടിൽ ഫുഡ് അവൈലബിൾ ആണ്. നമുക്ക് ലഞ്ചും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങൾക്കത് കുറച്ചൊരു കോസ്റ്റ്ലി ആയി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ അക്ഷയ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത്. ലഞ്ചൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അവിടെ നല്ല നാട്ടിലെ ഊണ് കിട്ടാൻ അവിടെ പോയാൽ മതി, അടിപൊളി ഫുഡ് കിട്ടും. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. റിസോർട്ടിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല നല്ല പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മോന് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഒന്നാമത്തെ ട്രാവൽ ചെയ്ത് ഈ ഒരു ഏജിൽ ട്രാവൽ ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവൻ ഭയങ്കര സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണെങ്കിലും എല്ലാത്തിനും ക്ലൈമറ്റിനാണെങ്കിലും ഒക്കെ ദൈവം സഹായിച്ചു ഹീ സോ ഹെൽത്തി. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ റിസോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് റിസോർട്ട് മൊത്തം ജസ്റ്റ് ഒന്ന് കണ്ട് അത് കഴിഞ്ഞ് മോൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് നമ്മൾ അടുത്തുള്ളൊരു വ്യൂ പോയിന്റിൽ പോകാനായിരുന്നു പ്ലാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോൻ ഒരുപാട് അലച്ചിലുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്തുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 15 മിനിറ്റ്സിനടുത്തൊക്കെ ഉള്ളൂ കേട്ടോ, അത്ര ദൂരം ഉള്ളൂ വ്യൂ പോയിന്റ്. അപ്പം ഈ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഏകദേശം ഒരു വഴി വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഒരു പ്രോപ്പർ റോഡ് എന്ന രീതിയിലല്ല, കുറച്ച് കല്ലും മണ്ണും എല്ലാം നിറഞ്ഞൊരു സ്പേസ് പോലത്തെയാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടെ പോയി. പക്ഷെ നല്ല രസമാണ്. നമുക്ക് ഈ ഒരുപാട് ഈ ട്രക്കിങ്ങിൽ ഇഷ്ടമുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത് ഇടുക്കി ഉടുമ്പൻചോല ആ ഭാഗത്താണുള്ളത്. ആക്ച്വലി ഇത് ഈ വ്യൂ പോയിന്റ് കുത്തുംകൽ വാട്ടർഫാൾസ് എന്ന ആ വാട്ടർഫാൾസിന്റെ ഏറ്റവും മേലെ നിന്നുള്ള വ്യൂ ആണിത്. പക്ഷെ മഴക്കാലം ആകുമ്പോഴാണ് ഇവിടെ നമുക്ക് ഒരുപാട് വെള്ളവും ഇതെല്ലാം കാണാൻ പറ്റുക. ഇപ്പം നമുക്ക് വാട്ടർഫാൾസിന്റെ മേലെ അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, പക്ഷെ നല്ലൊരു വ്യൂ ആണ്. ആക്ച്വലി മൂന്നാർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമ വരുന്ന പോലത്തെ ഇഷ്ടം പോലെ ഉള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. പക്ഷേ ഈ കുത്തുങ്ങൽ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും മേലത്തെ ഭാഗമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ രാജാക്കാട് ആ സൈഡ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്കിത് ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ എളുപ്പമായിരിക്കുക. അല്ലാത്തവർക്ക് നമ്മൾ കുത്തുങ്ങൽ വാട്ടർഫാൾസിൻ്റെ താഴെ നിൽക്കും കാണാം. അപ്പം നമ്മൾ ഈ വാട്ടർഫാൾസ് ഒക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ അക്ഷയ എന്ന് പറഞ്ഞൊരു ഹോട്ടലാട്ടോ പോയത്. ഞങ്ങളുള്ള റിസോർട്ടിൽ ഫുഡ് ഉണ്ട്, പക്ഷെ അവിടെ ഭയങ്കര കോസ്റ്റ്ലി നമ്മൾ ഫീൽ ചെയ്തതുകൊണ്ട് ഈ അക്ഷയ എന്നുള്ളവിടെ നല്ല ഫുഡാണ്, നല്ല അമ്മമാരുണ്ടാക്കുന്ന ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി, അന്നത്തെ ഡേ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് പിറ്റേ ദിവസം എക്കോ പോയിന്റിലേക്കാണ്. അപ്പോൾ പിറ്റേ ദിവസം പോയി എക്കോ പോയിന്റ് എന്ന് പറയുന്നത് നോർമൽ എല്ലാവർക്കും അറിയാം. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം ഇടുന്ന സമയത്ത് അതിങ്ങനെ എക്കോ അടിച്ച് വരുന്നത്, അത് സെയിം ആക്ച്വലി അങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ഒരുപാട് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര വിസിബിൾ അല്ല, ഏരിയാസ് ഒന്നും അങ്ങനെ വിസിബിൾ അല്ല, പോകാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് വെള്ളച്ചാട്ടം അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പൊന്മുടി ഡാമിലേക്കാണ്. അപ്പോൾ പൊന്മുടി ഡാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി ഡാമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒട്ടകത്തിന് നിങ്ങൾക്ക് അതിൻ്റെ മേലെ കയറി ട്രാവൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ഇതൊക്കെ ഉള്ള അടുത്തൊരു കുഞ്ഞി പാർക്കുണ്ട്. ഒരു ഡാം കാണാൻ നല്ല രസമാണ്. ആക്ച്വലി ഈ ഡാം ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെയും ഒരുപാട് കാണാൻ പറ്റിയ ഒരുപാട് സ്പോട്ട്സും വ്യൂസൊക്കെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഡാം ക്രോസ് ചെയ്ത് പോയിട്ടും ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഈ ഡാമിൽ അവർ എപ്പോഴും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്പേസ് അല്ല, അവർ ഇടയ്ക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ ഞങ്ങൾ തിരിച്ച് അതേപോലെ റിസോർട്ടിൽ വന്നു, അന്നും കുറച്ച് പൂളിലൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പോയത് റോസ് ഗാർഡനിലേക്കാണ്. റോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് റോസസും ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ഗാർഡൻ ആണ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പൂക്കളും കാര്യങ്ങളൊന്നും അധികം ഇല്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അധികം ഒന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് സെയിം കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു കൂടുതലെല്ലാം അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതേപോലെ തന്നെ ഈ റോസ് ഗാർഡനിൽ കയറാനും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഈ റോസ് ഗാർഡൻ എന്ന് പറയുന്നത് ആക്ച്വലി പ്രോപ്പർ മൂന്നാറിലാണ്. അപ്പം ഞങ്ങൾക്ക് രാജാക്കാടിൽ നിന്ന് ആക്ച്വലി ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നല്ല രസമായിരുന്നു. റോസ് ഗാർഡനിൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളും അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ റിസോർട്ടിൽ പോയി ഫുഡ് കഴിച്ചു, റെസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ആറ്റുകാൽ വാട്ടർഫാൾസൊക്കെയാണ് ഫസ്റ്റ് പോയത്. ഈ ആറ്റുകാൽ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലമാണ്. അവിടെ അതുപോലെ വാട്ടർഫാൾസും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് മരച്ചൂട് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ആണ്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്, പക്ഷെ നമുക്കിത് കുറച്ച് ഉള്ളിലേക്ക് പോയി കാണണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, പക്ഷേ ഈ സ്പേസ് നല്ല രസമാണ്. ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണ്, ഇത് വേറൊരു ആൾക്കാരുടെ പറമ്പിലൂടെയാണ് നമ്മൾ ഈ സ്പേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള ഒരുപാട് ഇവിടുത്തെ വെള്ളവും എല്ലാം, ഇത് ആക്ച്വലി ഒരു മൂവി സോങ്ങിനൊക്കെ പറ്റിയ പോലത്തെ ഒരു സ്ഥലമാണ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾ അവിടുന്ന് കുറേ അത്യാവശ്യം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളിവിടെ ജസ്റ്റ് പോയി ഇരിക്കുക ഫോട്ടോ എടുക്കുക എന്നല്ലാതെ ഇപ്പോൾ കുളിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയി വെള്ളത്തിലൊക്കെ കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ
കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പെട്ടെന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് അറിയാമല്ലോ പൊതുവേ മൂന്നാർ എന്ന് പറയുന്ന സ്പേസസ് ഒക്കെ ഒരുപാട് ഇപ്പോഴും മൃഗങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമായിരുന്നു. നമുക്ക് ഈ മരച്ചൂട് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് പോലത്തെ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ അന്വേഷിച്ച് നമ്മുടെ അതിനകത്തേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല, അത്രയും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മരച്ചൂട് വാട്ടർഫാൾസിനോട് പോയി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മെല്ലെ യാത്ര തിരിച്ചു. പിന്നെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന പറയുന്നത് മോനാണ്, സുന്ദരമാണ്. സുന്ദരൂന് ആക്ച്വലി ഭയങ്കര എൻജോയ്മെൻറ്റുമാണ്. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവൻ ഭയങ്കര ഹാപ്പി എനർജറ്റിക് ആയിരുന്നു. ദൈവം സഹായിച്ച് അവൻ നല്ല ഹെൽത്തി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് എല്ലാ പാരൻസിനോടാണ് ഈ ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങൾ. പക്ഷെ മോന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഹെൽത്തിയായി എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 23rd ആക്ച്വലി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ലാസ്റ്റ് ഈവനിങ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സർപ്രൈസ് കിട്ടി. അപ്പോൾ ഇതൊരിക്കലും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും സർപ്രൈസ് എന്ന് പറഞ്ഞൊരു സംഭവം തരാത്തൊരു പേഴ്സണാണ്. ആക്ച്വലി ചിലവർ പറയില്ലേ, ചിലർക്ക് ഈ സർപ്രൈസ് കൊടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്കതൊന്നും പ്ലാൻ ചെയ്യാൻ അറിയില്ല. അപ്പം അങ്ങനത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇപ്രാവശ്യം ആളിങ്ങനെ ഒരു ബർത്ത്ഡേയുടെ എനിക്കൊരു സർപ്രൈസ് തന്നു. ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട്സും ഫാമിലിയുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഒരു സർപ്രൈസ് ഫീൽ ചെയ്തത് ഈ ബർത്ത്ഡേ തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് സ്വീറ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ആ ദിവസം നല്ല എൻജോയ് ആയിരുന്നു. അങ്ങനെ മൂന്നാർ ട്രിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ എല്ലാവരും പോയി കണ്ട് ആസ്വദിക്കണം എന്ന് ഞാൻ